നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ബൈനോമിയൽ തിയറത്തിലെ എക്സാമ്പിൾ 8 ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. The second, third and fourth term in the binomial expansion x plus a all raised to n are 240, 720 and 1080 respectively. Find x, a and n. നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ, അതായത് എക്സ് പ്ലസ് എ ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞ ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ സെക്കൻഡ് ടേമും തേർഡ് ടേമും ഫോർത്ത് ടേമും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ്, എ, എൻ ഇത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ആർ പ്ലസ് വൺത്ത് ടേമിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് ടി ആർ പ്ലസ് വൺ ഈക്വൽ ടു എൻ സി ആർ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് ആർ ഇൻറ്റു ബി റേസ് ടു ആർ എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് ടേം തന്നിട്ടുണ്ട്. സെക്കൻഡ് ടേമിനെ നമ്മളെങ്ങനെ ഡിനോട്ട് ചെയ്യും? T2 എന്ന് ഡിനോട്ട് ചെയ്യും. തേർഡ് ടേമിനെ T3, ഫോർത്ത് ടേമിന് T4 വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എന്നിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് എൻ തന്നെയാണ്, പവർ എൻ തന്നെയാണ്, ഇൻഡെക്സ് എൻ തന്നെ ആയതുകൊണ്ട് എൻ കൊടുക്കുവാണ്. എൻ സി ആർ, ആറിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? ഇവിടെ ആർ പ്ലസ് വൺത്ത് ടേം ആയപ്പോൾ എൻ സി ആർ വന്നു. അപ്പോൾ ഇവിടെ സെക്കൻഡ് ടേം ആകുമ്പോൾ 1 മൈനസ് ചെയ്ത് എഴുതണം. 1 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ഇപ്പോൾ എൻ സി 1 ഇൻറ്റു എയുടെ സ്ഥാനത്ത് ഇവിടെ എക്സ് ആണ്, എക്സ് റേസ് ടു എന്ത് വരും? എക്സ് റേസ് ടു എൻ മൈനസ് ആറ്, അതായത് എൻ മൈനസ് ആറിൻ്റെ സ്ഥാനത്ത് 1 ആണ്. 1 ഇൻറ്റു ബിയുടെ സ്ഥാനത്ത് ഇവിടെ വന്നിരിക്കുന്നത് എ ആണ്, എ റേസ് ടു ആർ എന്ന് പറഞ്ഞാൽ 1 ആണ്, എ റേസ് ടു 1. ഓക്കെ, എ റേസ് ടു 1 എന്ന് പറയുന്നത് എ തന്നെയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേം എത്രയാണ് തന്നിരിക്കുന്നത്? 240 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി അടുത്തത് തേർഡ് ടേമിനെ നമ്മളെങ്ങനെ എഴുതും? ഇതുപോലെ തന്നെ എൻ സി 2 മൈനസ് ചെയ്ത് എഴുതണം. എൻ സി 2 എക്സ് റേസ് ടു എൻ മൈനസ് 2 ഇൻറ്റു എ റേസ് ടു എന്ത് വരും? 2 വരും. വിച്ച് ഈസ് ഈക്വൽ ടു 720. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ദെൻ ഇക്വേഷൻ നമ്പർ, ഇനി അടുത്തത് ഇക്വേഷൻ നമ്പർ 3 വേണം. അപ്പോൾ T4 എന്ന് പറയുന്നത്, അതായത് ഫോർത്ത് ടേം എന്ന് പറയുന്നത് എൻ സി 3 എക്സ് റേസ് ടു എൻ മൈനസ് 3 ഇൻറ്റു ബിയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് എ ആണ്, എ റേസ് ടു 3 വിച്ച് ഈസ് ഈക്വൽ ടു 1080. ഇത് ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ നമുക്ക് 3 ഇക്വേഷനായി, അതായത് സെക്കൻഡ് ടേമും തേർഡ് ടേമും ഫോർത്ത് ടേമും ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് എക്സിൻ്റെ എയുടെയും എന്നിൻ്റെയും വാല്യൂസാണ്. അതിന് ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഡിവൈഡിങ് ഇക്വേഷൻ 2 ബൈ ഇക്വേഷൻ 1 വി ഗെറ്റ് ഇക്വേഷൻ 2നെ 1 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, നമുക്ക് നോക്കാം. ഇക്വേഷൻ 2 എന്ന് പറയുന്നത് എന്തായിരുന്നു? എൻ സി 2 എക്സ് റേസ് ടു എൻ മൈനസ് 2 ഇൻറ്റു എ റേസ് ടു 2 വിച്ച് ഈസ് ഈക്വൽ ടു 720. ഇങ്ങനെ ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എൻ സി 1 എക്സ് റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു എ റേസ് ടു 1 വിച്ച് ഈസ് ഈക്വൽ ടു 240. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എൻ സി ടു എക്സ് റേസ് ടു എൻ മൈനസ് 2 ഇൻറ്റു എ സ്ക്വയർ, ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, എൻ സി 2 ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 2 ഇൻറ്റു എ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം ഈ ടേം, അതായത് ഫസ്റ്റ് എടുക്കുന്ന ടേം എൻ സി ആർ എന്നുള്ളതാണ്. എൻ സി ആറിൻ്റെ ഇക്വേഷൻ അറിയാൻ എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിനെ എക്സ് റേസ് ടു എൻ മൈനസ് 2നെ ഞാൻ എക്സ് റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 2 എന്ന് എഴുതാം. ഇതെങ്ങനെയാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്? എക്സ് റേസ് ടു എൻ മൈനസ് 2നെ എക്സ് റേസ് ടു എൻ ഡിവൈഡ് ബൈ എക്സ് റേസ് ടു 2 എന്ന് എഴുതി അല്ലേ? അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ? എ റേസ് ടു എം മൈനസ് എൻ എന്നാണ്. അതായത് എ റേസ് ടു എം മൈനസ് എന്നിനെ എങ്ങനെ എഴുതാം? എ റേസ് ടു എം ഡിവൈഡ് ബൈ എ റേസ് ടു എൻ. അപ്പോൾ ഞാൻ ഇതിനെ എക്സ് റേസ് ടു എൻ ഡിവൈഡ് ബൈ എക്സ് റേസ് ടു 2 എന്ന് എഴുതി ഇൻറ്റു എ സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരെണ്ണം കൂടി കണ്ടുപിടിക്കാനുണ്ട്. എൻ സി 1 എക്സ് റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു എ റേസ് ടു 1. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കും? എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ
1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ n മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു ഇതിനെ എങ്ങനെ എഴുതാം, എക്സ് റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 1 എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്, ഇൻറ്റു എ റേസ് ടു 1 എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. NC2 ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 2 ഇൻറ്റു എ സ്ക്വയർ ഇതിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റേസ് ടു n ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 2 ഇൻറ്റു എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 720 ഡിവൈഡഡ് ബൈ NC1 എക്സ് റേസ് ടു n മൈനസ് 1 ഇൻറ്റു എ റേസ് ടു 1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ 1 തന്നെയാണ്, n മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റേസ് ടു n ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എ ഇസ് ഈക്വൽ ടു 240. അപ്പം നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ളത് ഡിവൈഡ് ചെയ്യണം. 0 കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി 72നെ 24 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 ആണ്. 3/1 3/1 എന്ന് പറയുന്നത് 3 തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇതിനകത്ത് കട്ട് ചെയ്ത് പോകാനുള്ളത് എ സ്ക്വയർ ബൈ എ എന്ന് പറയുമ്പോൾ എന്ത് വരും, നമുക്ക് മുകളിലൊരു എയും കൂടി ബാലൻസ് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇനി ബാക്കിയുള്ളതിനെയൊക്കെ ഞാനൊന്ന് റെസിപ്രോക്കലാക്കി എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ എഴുതിയതിന് ഇതൊന്നും കൂടി എഴുതുവാണ്. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റേസ് ടു n ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഇനി മുകളിൽ വന്നിരിക്കുന്നത് എ മാത്രമാണ് ഇനി ബാലൻസ് വന്നിരിക്കുന്നുള്ളൂ, എ ഇൻറ്റു ഇനി നമ്മൾ ആ ഡിനോമിനേറ്റർ കിടന്ന എല്ലാത്തിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പം നമുക്ക് n മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു n വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത് 3 ആണ്. റൈറ്റ് സൈഡിൽ കിട്ടിയിരിക്കുന്നത് 3 ആണ്. റൈറ്റ് സൈഡിൽ 3 അങ്ങനെ തന്നെ കൊടുത്തു. ഇനി നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെ കട്ട് ചെയ്ത് പോകുന്നത്. n ഫാക്ടോറിയലും കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇനി എന്തൊക്കെ കട്ട് ചെയ്യും, എക്സ് റേസ് ടു n കട്ട് ചെയ്യാം, എക്സ് റേസ് ടു n കട്ട് ചെയ്യാം. ദെൻ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്, അപ്പോൾ ഒരു എക്സ് കട്ട് ചെയ്യാം. ഇനി ഡിനോമിനേറ്ററിൽ ഒരു എക്സ് മാത്രം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് എഴുതാം. ന്യൂമറേറ്ററിലുള്ളത് എ ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ. ഈ n മൈനസ് 1 ഫാക്ടോറിയലിനെ ഞാൻ n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയലിന് എഴുതുവാണേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് n ഫാക്ടോറിയലിനെ നമ്മൾ n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയലിന് എഴുതാറുണ്ട്. അതുകൊണ്ടാണ് n മൈനസ് 1 ഫാക്ടോറിയലിനെ n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയലിന് എഴുതും. ഡിവൈഡഡ് ബൈ ഇനി ഡിനോമിനേറ്ററിൽ ബാലൻസ് ഉള്ള 2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ഇൻറ്റു 2 ആണ്. 1 ഇൻറ്റു 2 എന്ന് പറയുന്നത് 2 ആണ്. 2 ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയൽ. ഇനി ബാലൻസ് ഇവിടെ ഒരു എക്സ് വന്നിട്ടുണ്ട്, ഇൻറ്റു എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 3. ഇനി നമുക്കിത് n മൈനസ് 2 ഫാക്ടോറിയൽ n മൈനസ് 2 ഫാക്ടോറിയലും കട്ട് ചെയ്ത് കളയാം. ബാലൻസ് a ഇൻറ്റു n മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 3. ഇവിടെ നമ്മൾ a ബൈ എക്സിനെ മാത്രം ലെഫ്റ്റ് സൈഡിൽ വെക്കുകയാണ്, ബാക്കിയെല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ 2 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. 3 ഇൻറ്റു 2 6, n മൈനസ് 1 താഴേക്ക് വരും. 6 ഡിവൈഡ് ബൈ n മൈനസ് 1. നമുക്കിത് കിട്ടിയത് ഇക്വേഷൻ നമ്പർ 2നെ 1 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോഴാണ്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിവൈഡിങ് ഇക്വേഷൻ നമ്പർ 3 ബൈ ഇക്വേഷൻ നമ്പർ 2. ഡിവൈഡിങ് ഇക്വേഷൻ നമ്പർ 3 by equation number 2. Then we get equation number 3നെ 2 വെച്ച് നമ്മൾക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നത് NC3 എക്സ് റേസ് ടു n മൈനസ് 3 ഇൻറ്റു എ റേസ് ടു 3 ഓൾ ഡിവൈഡഡ് ബൈ NC2 ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 2 ഇൻറ്റു എ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1080 ഡിവൈഡഡ് ബൈ 720. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെയാണ്. നമ്മൾ ആദ്യം ഫസ്റ്റ് ചെയ്യുന്നത് NC3 എക്സ് റേസ് ടു n മൈനസ് 3 ഇൻറ്റു എ ക്യൂബ് അത് കണ്ടുപിടിക്കണം ഫസ്റ്റ്. ഓക്കെ, നമുക്കത് ആദ്യം ചെയ്യാം. NC3 ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 3 ഇൻറ്റു എ റേസ് ടു 3.
ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 3 ഫാക്ടോറിയൽ. ഇനി എക്സ് റേസ് ടു n മൈനസ് 3നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ എക്സ് റേസ് ടു n ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 3 എഴുതാം, ഇൻറ്റു എ റേസ് ടു 3. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നമുക്ക് അടുത്തതും കൂടി എഴുതാം. ഞാനിത് ആൻസർ ഇവിടെ കൊടുക്കുവാണ്. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ NC3 എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റേസ് ടു n ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 3 ഇൻറ്റു എ ക്യൂബ് ഓൾ ഡിവൈഡഡ് ബൈ. ഇനി ഡിനോമിനേറ്ററിലുള്ളത് നമുക്ക് നോക്കാം. NC2 ആണ്. അപ്പോൾ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റേസ് ടു n ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 2 ഇൻറ്റു എ സ്ക്വയർ which is equal to 1080 divided by 720. നമുക്ക് 0 0 കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3/2 ആണ്. which is equal to 3/2. കട്ട് ചെയ്തൊക്കെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3/2 ആണ്. നമുക്കിനി അടുത്ത് നോക്കാം. ഞാൻ ഈ ന്യൂമറേറ്ററിലേക്ക് എടുക്കണത് ഇത്രയും ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ട് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞതിൽ എഴുതിയിരിക്കുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 3 ഫാക്ടോറിയൽ. ആ ന്യൂമറേറ്റർ അങ്ങനെ തന്നെ എഴുതിയേക്കുവാണ്. ഇനി എ ക്യൂബ് ബൈ എ സ്ക്വയർ എന്ന് പറയുന്നത് എ ആണ്, അതുകൊണ്ടാണ് ഇവിടെ എ എഴുതിയിരിക്കുന്നത്. ഇൻറ്റു, അതായത് ഇത്രയും ഡിനോമിനേറ്റർ കിടക്കുന്ന ഈ ടേംസ് മുഴുവനും അത് ഞാൻ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2 ഫാക്ടോറിയൽ മുകളിൽ വരും. 2 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയൽ divided by n factorial into x square divided by x raised to n which is equal to 3/2 എന്ന് എഴുതി. നമുക്ക് കട്ട് ചെയ്യാവുന്നതൊക്കെ കട്ട് ചെയ്ത് കളയാം. n ഫാക്ടോറിയൽ കട്ട് ചെയ്ത് കളയാം. x raised to n കട്ട് ചെയ്ത് കളയാം. ഇവിടെ x സ്ക്വയർ ഉണ്ട്, ഇവിടെ x raised to 3 ആണ്. അപ്പോൾ ബാലൻസ് ഒരു എക്സും കൂടി വരും. ഓക്കെ, ഇനി ഇവിടെ 3 ഫാക്ടോറിയൽ ഉണ്ട്, ഇവിടെ 2 ഫാക്ടോറിയൽ ഉണ്ട്. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 × 2 ആണ്. ഇവിടെ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 ആണ്. അപ്പോൾ 2 വരെയുള്ളത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് 3 മാത്രമായിട്ട് വരും. പിന്നെ ബാലൻസ് ഉള്ളത് എഴുതാം. a ഇൻറ്റു 2 ഫാക്ടോറിയൽ കട്ടായി പോയി. ബാലൻസ് ഉള്ളത് n മൈനസ് 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു n മൈനസ് 3 ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു എക്സ് ബാലൻസ് ഉണ്ടായിരുന്നു. എക്സ് ക്യൂബ് ഇവിടെ എക്സ് സ്ക്വയർ ആയിരുന്നു, ഇൻറ്റു എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 3/2 എന്ന് കിട്ടും. ഇനി നമുക്കറിയാം n മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാറുണ്ട്? ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 ഫാക്ടോറിയലിന് എഴുതാറുണ്ട്. അപ്പോൾ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു n മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ്. n മൈനസ് 3 ഫാക്ടോറിയൽ n മൈനസ് 3 ഫാക്ടോറിയലും കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ബാലൻസ് a ഇൻറ്റു n മൈനസ് 2 ഡിവൈഡഡ് ബൈ 3x വിച്ച് ഈസ് ഈക്വൽ ടു 3/2. നമ്മൾ ഫസ്റ്റത്തെ ഇക്വേഷനിൽ a/x എന്നുള്ള ഫോമിലേക്കാണ്. നമ്മൾ a/x മാത്രം ലെഫ്റ്റ് സൈഡിൽ കിടന്നിട്ട് ബാക്കിയെല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 3 റൈറ്റ് സൈഡിലേക്ക് വന്നുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യും. 3 × 3 എന്ന് പറഞ്ഞാൽ 9/2 ഇൻറ്റു n മൈനസ് 2 താഴേക്ക് വരും, n മൈനസ് 2. ഇതാണ് നമുക്ക്. ഇനി നമ്മൾ 4ാമത്തെ ഇക്വേഷൻ വരെ എഴുതിയിട്ടുണ്ട്. ഇത് 5ാമത്തെ ഇക്വേഷനായിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടം വരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. 2 ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് രണ്ടും ഈക്വലാണ്. a/x എന്നാണ് ഇട്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ലെഫ്റ്റ് സൈഡ് 2 ഈക്വൽ ആണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യാമല്ലോ. ഓക്കെ, ലെഫ്റ്റ് സൈഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് a/x ആണ്. നമുക്ക് റൈറ്റ് സൈഡ് അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഫസ്റ്റത്തെ റൈറ്റ് സൈഡ് 6/n മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു, രണ്ടാമത്തെ റൈറ്റ് സൈഡ് 9/2 ഇൻറ്റു n മൈനസ് 2. ഓക്കെ, ഇനി ഇതെങ്ങനെ നമ്മൾ ചെയ്യുക? ഇത് നമുക്കിനി ക്രോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് വേണമെങ്കിൽ എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു 9/2n മൈനസ് 4 എന്ന് എഴുതാം. പിന്നെ ഞാനൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയേക്കുന്നതാണ്, ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയേക്കുന്നത്. ഇനി ഇതിനെ ക്രോസ് ചെയ്യാം. ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്.
ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 6 ഇൻറ്റു 2n മൈനസ് 4, 6 ഇൻറ്റു 2n മൈനസ് 4 ഈക്വൽ ടു 9 ഇൻറ്റു n മൈനസ് 1 എന്ന് കിട്ടും. ഇനി 6 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12n മൈനസ് 24 വിച്ച് ഈസ് ഈക്വൽ ടു 9n മൈനസ് 9. ഓക്കെ, ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി എന്നിൻ്റെ ടേംസ് എല്ലാം ഒരേ സ്ഥലത്തേട്ട് കൊണ്ടുവരാം. അപ്പോൾ 12n മൈനസ് 9n വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 9 ഉണ്ട്, ഇവിടെ മൈനസ് 24 റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് 24 ആകും. ഇനി 12n മൈനസ് 9n അപ്പോൾ എത്ര കിട്ടും? 12n നിന്ന് 9n പോയാൽ 3n കിട്ടും. 3n വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് 24 മൈനസ് 9 പ്ലസ് 24 എന്ന് പറയുന്നത് പ്ലസ് 15 ആണ്. അതായത് 24 നിന്ന് 9 പോയാൽ 15, അപ്പോൾ 15 കിട്ടും. ദെർഫോർ n ഈക്വൽ ടു നമുക്ക് 15/3 വിച്ച് ഈസ് ഈക്വൽ ടു 5 കിട്ടും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ കിട്ടി നമുക്കിവിടെ. ഇനി ഇത് മാത്രം പോരാ, നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? എക്സിൻ്റെ വാല്യൂ, എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അത് കണ്ടുപിടിക്കാം. നമ്മൾ ഇപ്പോൾ n കണ്ടുപിടിച്ചു. ഇനി എക്സും എയും കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ഓർക്കുന്നുണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതിയത്? nc1 x⁻n മൈനസ് 1 ഇൻറ്റു എ എന്നല്ല എഴുതിയായിരുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ nc1 x⁻n മൈനസ് 1 ഇൻറ്റു എ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ 240. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇതിനകത്ത് നമ്മൾ എന്നിൻ്റെ വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ 5c1 ഇൻറ്റു x⁻5 മൈനസ് 1 എന്ന് പറയുമ്പോൾ എത്ര വരും? 4. x⁻4 ഇൻറ്റു എ വിച്ച് ഈസ് ഈക്വൽ ടു 240 എന്ന് കിട്ടും. ഇത് ഫസ്റ്റ് ഇക്വേഷൻ തന്നെയാണ് കേട്ടോ ഞാൻ എഴുതിയിരിക്കുന്നത്. അവിടെ എന്നിൻ്റെ വാല്യൂ കൊടുത്തു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 5c1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 5 ആണ്. 5c1 എന്ന് പറഞ്ഞാൽ 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 5 മൈനസ് 4 ഫാക്ടോറിയൽ. അതിൻ്റെ ആൻസർ 5 ആണ്. 5x⁻4 ഇൻറ്റു 8 ഈക്വൽ ടു 240 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ അങ്ങനെ വയ്ക്കാം. ഇനി ഇതിന് നമുക്ക് വേണമെങ്കിൽ 6 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ ഫോർത്ത് ഇക്വേഷൻ എന്തായിരുന്നു? a/x ഈക്വൽ ടു 6/n മൈനസ് 1. ഇവിടെ എന്നിൻ്റെ വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കുക. n നമ്മൾ കണ്ടുപിടിച്ചു 5 ആണ് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് 5 മൈനസ് 1 എന്ന് പറയുന്നത് 4 കിട്ടും. അപ്പോൾ a/x ഈക്വൽ ടു 6/4. നമുക്ക് ഇതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ മുകളിൽ 3, താഴെ ഡിനോമിനേറ്ററിൽ എന്ത് വരും? 2 വരും. 3/2 എന്ന് പറയും. അതായത് a/x ഈക്വൽ ടു 3/2 എന്ന് കിട്ടും. ഇനി നമുക്ക് എക്സിൻ്റെയോ എയുടെയോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എയുടെ വാല്യൂ എടുക്കാം. a ഈക്വൽ ടു സിംപ്ലൈസ് a ഈക്വൽ ടു 3/2 റൈറ്റ് സൈഡിലുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന എക്സ് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ ഇൻറ്റു എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 3x/2 എന്ന് കിട്ടും. ഈ എയുടെ വാല്യൂ നമുക്ക് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? സിക്സ്ത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് the value of a in equation number എവിടെ? ഇത് ഇക്വേഷൻ നമ്പർ 6. So we get 5 into x⁻4 into എയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുകയാണ്? 3x/2 which is equal to എന്താണ്? 240. ഇനി നോക്കിക്കേ, നമുക്ക് ഇവിടെ x⁻4ഉം ഇവിടെ ഒരു എക്സും കൂടിയുണ്ട്. അപ്പോൾ x⁻5 ആവും. 5 ഇൻറ്റു 3 ഉണ്ട്, അതവിടെ കിടക്കട്ടെ. 5 ഇൻറ്റു 3 ഇൻറ്റു x⁻5 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഇക്വൽ ടു 240. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണേ? x⁻5 ഈക്വൽ ടു x⁻5നെ മാത്രം ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നു. ലെഫ്റ്റ് സൈഡിൽ വെച്ചു, ബാക്കിയെല്ലാം റൈറ്റ് സൈഡിലേക്ക് ഊരുവാണ്. അപ്പോൾ 240 ഇൻറ്റു ഇവിടെ 2 ഡിവൈഡ് ചെയ്തേക്ക് വന്നു. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവൈഡ് ബൈ 5 ഇൻറ്റു 3. ഇനി നമുക്ക് 240നെ 5 വെച്ച് ഒന്ന് ഡിവൈഡ് ചെയ്യാം. നമുക്ക് 5 അവിടെ
4 ആണ്. 4 48 കിട്ടും. 48 ഡിവൈഡഡ് ബൈ 3 നോക്കാം. അപ്പോൾ 16 കിട്ടും. അപ്പോൾ 16 ഇൻറ്റു 2 എന്ന് പറയുന്നത് നമുക്കറിയാം 32 ആണ്. അപ്പോൾ എക്സ് റേസ് ടു 5 എന്ന് പറയുന്നത് 32 ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് റേസ് ടു 5 ഈക്വൽ ടു 32 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു നമുക്ക് നോക്കാം. ഈ 32നെ നമ്മൾ LCM ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? 2 വെച്ചിട്ട് LCM ചെയ്യുക. 3ൽ 2 എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. വീണ്ടും 12 വരും. ബാലൻസ് എന്ന് വരും 12നകത്ത് 6. വീണ്ടും 2 വെച്ചിട്ട് എത്ര പ്രാവശ്യം? 8. വീണ്ടും 2 4 2 2. അപ്പോൾ 5 പ്രാവശ്യം വന്നിട്ടുണ്ട് 2. 1 2 3 4 5. അപ്പോൾ എക്സ് റേസ് ടു 2 റേസ് ടു 5 എന്ന് പറയുന്നതാണ് 32. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് വരും? ദെർഫോർ എക്സ് ഈക്വൽ ടു എന്ത് വരും? 2 വരും. അതായത് 2 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 32 എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? നമുക്കിവിടെ n കിട്ടിയായിരുന്നു. ആദ്യം n കിട്ടി, പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സ് കിട്ടി. നമുക്ക് ഒരെണ്ണം കൂടി കണ്ടുപിടിക്കാനുണ്ട്. എയുടെ ഇക്വേഷൻ ആദ്യമേ പറഞ്ഞു. എ ഈക്വൽ ടു 3x/2 ആണ്. എ ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ഏതാ? നമുക്കിപ്പോൾ കിട്ടി 2 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 2 കട്ട് ചെയ്ത് പോയി ഈക്വൽ ടു 3. അപ്പോൾ എയുടെ വാല്യൂ 3. ദെർഫോർ നമുക്ക് എടുത്ത് എഴുതാം n ഈക്വൽ ടു 5, എക്സ് ഈക്വൽ ടു 2, എ ഈക്വൽ ടു 3. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആണ്, എന്നാലും സിമ്പിളാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.